ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോം 10C, നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ. അത് വിഡ്രോവൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഫോം എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓൺലൈൻ സർവീസിൽ പോവുക, നമ്മളിത് സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓൺലൈൻ സർവീസസിൽ പോവുക. അതിൽ ക്ലെയിം 311910C എന്നൊക്കെ പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. സെയിം നമ്മൾ നേരത്തെ 19 ഫില്ല് ചെയ്യാൻ പോയ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മളതിൽ ഫസ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അത് വെരിഫൈ ചെയ്യാനുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്ത് നമുക്ക് യെസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക്, ഗ്രീൻ ടിക്ക് മാർക്ക് വന്നത് നിങ്ങൾ കാണാം. അത് വന്നാൽ നമ്മൾ വെരിഫൈഡ് ആണ്. ആസ്ക്ഡ് അഗൈൻസ്റ്റ് UAN എന്നിട്ട് കാണും. നെക്സ്റ്റ് ഇനി നമ്മൾ പ്രൊസീഡ് ടു ക്ലെയിം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വിൻഡോയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഫോം, നമ്മുടെ ഏത് ഫോമാണോ അത് സെലക്ട് ചെയ്യണം. ഐ വാണ്ട് ടു അപ്ലൈ ഫോർ ഓൺലി പെൻഷൻ വിഡ്രോവൽ. നമ്മൾ ഫോം 19 ഓൾറെഡി ഫില്ല് ചെയ്തു. ഇനി പെൻഷൻ വിഡ്രോവലാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫോം 10C ഈ സെക്കൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ പുതിയൊരു വിൻഡോയിലോട്ട് എത്തും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റി, എംപ്ലോയി അഡ്രസ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. കഴിഞ്ഞ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത പോലെ തന്നെ നമ്മുടെ അഡ്രസ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൺസെന്റ് ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് ബോക്സിൽ ഓക്കെ കൊടുത്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഗെറ്റ് ആധാർ OTPയിലോട്ട് പോവുകയാണ്. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓൺലൈൻ ക്ലെയിം സബ്മിറ്റിംഗ് ആയിട്ട് പോർട്ടലിൽ നിന്ന് കൊണ്ട് കാണിക്കും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ നമുക്കിതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. OTP കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് വരും. നമ്മുടെ ഫോം സബ്മിറ്റ് ആയി സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് താഴെ കാണിക്കും. അതർ OTP വെരിഫൈഡ് ആൻഡ് യുവർ പെൻഷൻ വിഡ്രോവൽ ക്ലെയിം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ഈ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ PDF ഇത് സബ്മിറ്റ് ചെയ്തതിൻ്റെ ട്രാക്കിംഗ് ചെയ്യാനുള്ള നമുക്ക് PDF ഫോം കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇൻ കേസ് വന്നില്ലെങ്കിൽ നമുക്ക് PF ഓഫീസിൽ പോയി അന്വേഷിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് ഈ PDF ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.